തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കി ആക്രമിക്കുമെന്ന് IRGC അറിയിച്ചു. കപ്പലുകൾക്ക് കർശന മുന്നറിയിപ്പാണ് IRGC നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന് സമീപം ജഗ് അർണവ്, സൻമാർ ഹെറാൾഡ് എന്നീ 2 ഇന്ത്യൻ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ സേന വെടിയുതിർത്തതിന് പിന്നാലെയാണ് ഈ പുതിയ പ്രഖ്യാപനം. ഇറാഖി എണ്ണയുമായി പോവുകയായിരുന്നു ഈ കപ്പലുകൾ. കടലിടുക്ക് അടച്ച സാഹചര്യത്തിൽ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലോ ഒമാൻ കടലിലോ തന്നെ നങ്കൂരമിടണമെന്ന് ഇറാൻ നാവികസേന ഉത്തരവിട്ടു. കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ശത്രുവിനോടുള്ള സഹകരണമായി കണക്കാക്കുമെന്നും അത്തരം കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും IRGCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് യാതൊരു സാധ്യതയുമില്ലെന്നും കപ്പലുടമകൾ IRGC നൽകുന്ന വാർത്താ അപ്ഡേറ്റുകൾ മാത്രം പിന്തുടരണമെന്നും ഇറാൻ നിർദ്ദേശിച്ചു. ചർച്ചകളിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ US ഗവൺമെന്റ് പരാജയപ്പെട്ടതിനാലാണ് കടലിടുക്ക് വീണ്ടും അടയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി. കടലിടുക്ക് തുറന്ന് ഒരു ദിവസത്തിനു ശേഷമാണ് ശനിയാഴ്ച വീണ്ടും അടയ്ക്കുന്നതായി ഇറാൻ അറിയിച്ചത്. ബുധനാഴ്ച അവസാനിക്കാനിരിക്കുന്ന വെടിനിർത്തൽ കരാർ അസ്ഥിരമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ നീക്കം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധം പൂർണ്ണമായി അവസാനിക്കുകയും ശാശ്വതമായ സമാധാനം കൈവരിക്കുകയും ചെയ്യുന്നതുവരെ ഹോർമൂസ് കടലിടുക്കിൽ കർശനമായ നിരീക്ഷണവും നിയന്ത്രണവും തുടരുമെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു. നാവിക ഉപരോധം പോലുള്ള നടപടികൾ വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കുകയും പരിമിതമായ തുറന്നുകൊടുക്കൽ പോലും തടയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. നേരത്തെ ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് തുറക്കുകയും US നാവിക ഉപരോധം പിൻവലിക്കാത്തതിനെ തുടർന്ന് 24 മണിക്കൂറിനകം അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ചർച്ചകൾക്കുള്ള അഭ്യർത്ഥനകളെയും തുടർന്ന് പാകിസ്ഥാൻ വഴിയുള്ള മധ്യസ്ഥതയിലൂടെ ഒരു കരട് ചട്ടക്കൂടിനെ അടിസ്ഥാനമാക്കി സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ചർച്ചകൾക്ക് സമ്മതിച്ചതെന്നും പ്രസ്താവനയിൽ പറയുന്നു. ചർച്ചയിൽ പ്രധാന നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് തങ്ങൾ വാദിച്ചു. ഇറാൻ തള്ളിക്കളഞ്ഞ അധിക ആവശ്യങ്ങൾ ഉന്നയിച്ചതിനാലാണ് ചർച്ചകൾ പരാജയപ്പെട്ടതെന്നും ഇറാൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ വഴിയുള്ള മധ്യസ്ഥതയിലൂടെ പുതിയ നിർദ്ദേശങ്ങൾ അടുത്തിടെ ലഭിച്ചതായും അവ നിലവിൽ പരിശോധിച്ചു വരികയാണെന്നും രണ്ടാം ഘട്ട ചർച്ചയെ സൂചിപ്പിച്ച് പ്രസ്താവനയിൽ അറിയിച്ചു. താൽക്കാലിക വെടിനിർത്തൽ സ്വീകരിക്കുന്നതിനുള്ള പ്രധാന മുൻവ്യവസ്ഥകളിൽ ഒന്ന് ലെബനനിൽ ഉൾപ്പെടെ വെടിനിർത്തൽ ഉണ്ടാകണമെന്നതായിരുന്നു. എന്നാൽ സയനിസ്റ്റ് ഭരണം തുടക്കം മുതലേ ലെബനനും ഹിസ്ബുള്ളയ്ക്കും നേരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി ഇതിനെ ലംഘിച്ചു. സയനിസ്റ്റ് ഭരണകൂടം പിന്നീട് ലെബനനിലെ വെടിനിർത്തലിന് സമ്മതിച്ചു. വെടിനിർത്തൽ മാനിക്കുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായും വ്യവസ്ഥാപിതമായ രീതിയിലും വാണിജ്യ കപ്പലുകൾക്ക് മാത്രമായി തുറന്നുകൊടുക്കും. സൈനിക കപ്പലുകൾക്കോ ശത്രു രാജ്യങ്ങളുടെ സൈനികേതര കപ്പലുകൾക്കോ ഇതിൽ പ്രവേശനമുണ്ടാവില്ല. ഇറാൻ സായുധ സേനയുടെ നിയന്ത്രണത്തിലും അനുമതിയോടെയും ഇറാൻ നിശ്ചയിച്ച പാതകളിലൂടെയും മാത്രമായിരിക്കും കപ്പലുകളുടെ സഞ്ചാരം. പേർഷ്യൻ ഗൾഫിലെ US സൈനിക താവളങ്ങൾക്കുള്ള ലോജിസ്റ്റിക് സഹായത്തിന്റെ ഭൂരിഭാഗവും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിലൂടെയാണ് നടക്കുന്നത്. ഇത് ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്കും ഈ മേഖലയ്ക്കും ഭീഷണിയാണെന്ന് കണക്കാക്കുന്നു. യുദ്ധത്തിന്റെ പൂർണ്ണമായ അവസാനം ഈ കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ മേൽനോട്ടം നിയന്ത്രണവും നടപ്പിലാക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇറാൻ സുപ്രീം കൌൺസിൽ അറിയിച്ചു. കപ്പലുകൾക്ക് എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഉണ്ടാകുകയെന്നും പ്രസ്താവനയിൽ വിവരിച്ചിട്ടുണ്ട്. കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കും. ഇറാന്റെ ചട്ടങ്ങൾക്കനുസൃതമായി യുദ്ധകാല സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള യാത്രാ സർട്ടിഫിക്കറ്റുകൾ നൽകും. സുരക്ഷാ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കുള്ള ഫീസുകൾ അടയ്ക്കേണ്ടി വരും. ഇറാൻ നിശ്ചയിച്ച പാതകളിലൂടെ മാത്രമാകും കപ്പലുകൾക്ക് പോകാനാവുക തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുക. എന്നാൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ നാവിക ഉപരോധം പോലുള്ള നടപടികൾ ഏർപ്പെടുത്തുകയോ ചെയ്യുന്നിടത്തോളം കാലം അതിനെ വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കുമെന്നും ഹോർമൂസ് അടച്ചിടുമെന്നും ഇറാൻ പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു. അതേസമയം ഇറാനുമായി വളരെ നല്ല സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇറാൻ കുറച്ചുകൂടി സുന്ദരമായി പെരുമാറുന്നുവെന്നും അദ്ദേഹം ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഇറാൻ വീണ്ടും ഹോർമൂസ് അടച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അവർക്ക് ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.